ബൈനോക്കുലർ ടോക്സിന്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. നമ്മളിന്ന് പോകുന്നതേ കൂർഗില് കുശ്യാൽ നഗറിനടുത്ത് നമ്മുടെ അക്കുസേട്ടൻ്റെ ഉണ്ണിക്കുട്ടന്മാരുടെ ഒരു വലിയ താവളമുണ്ട്. അങ്ങോട്ട് പോകുന്നിടത്താണ് ഈ സാധനം കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്പൈസുകളാണ്. ഇത്രയൊക്കെ സ്പൈസ് അവിടെ തന്നെ ഉപയോഗിക്കുന്നത്. അവർക്ക് ഇതുപോലെ സെയിലാവെന്ന് പറഞ്ഞു. കാരണം അതൊക്കെ കെട്ടി കെട്ടി വെച്ചേക്കുന്ന മൊത്തം സ്പൈസസ് ആണ്. ഏലക്ക, കറുവാപ്പട്ട, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇത് മറ്റേ ചൂരൽ കൊട്ടകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പോകുന്ന വഴിക്കാട്ടോ. നമ്മളത് ആ ഒരു ഇത്തിരി ദൂരങ്ങളുള്ളൂ. നമ്മൾ പറഞ്ഞ സംഭവ സ്ഥലത്തെത്തി. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമ്മളെ കയറ്റില്ല. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. 3 ഇതായിട്ട് ഇറങ്ങണം. 3 അമ്പലങ്ങളാണ് ഇവിടെ. പാസ് കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു 15,000-നോ 16,000-നോ മേളിൽ അഭയാർത്ഥികളും 10-600 അതിന് മേളിൽ സന്യാസിമാരും ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇതിനകത്ത് സന്യാസിമാരാരാന്നോ അല്ലെങ്കിൽ ഈ ഇവിടെ അഭയാർത്ഥികൾ ആരാന്നറിയില്ല. കാരണം അവിടുത്തെ ആൺകുട്ടികളെല്ലാം ഒരേ വേഷത്തിലാണ്. ആൺകുട്ടികളെന്നല്ല, ആണുങ്ങളെല്ലാം ഒരേ വേഷത്തിലാണ്. നമ്മളങ്ങോട്ട് കയറുന്നതേ ഇതുവരെ താമസിക്കുന്ന സ്ഥലമാണ്. ഇവരുടെ താമസങ്ങൾ അതായത് ഒരേ കളറിൽ പെയിന്റ് അടിച്ച് ഒരേപോലെ ഡോറ്, എല്ലാ ഡോറിലും ഫ്ലാഗ് ഒക്കെ വെച്ച് ഒരേ സൈസ് ഫ്ലാഗ്. ഇത് അവരവിടെ പുറത്ത് പോയിട്ട് അവരെ വണ്ടി കൊണ്ടുവിടുന്ന അവിടുത്തെ പിള്ളേർ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞ പിള്ളേർ സെറ്റാണ്. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമ്മളെ ചോദിച്ചേട്ടാ. വളരെ അപൂർവ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നത്. ഇനി നമുക്ക് അവരുടെ അമ്പലങ്ങൾ കാണാം. 3 എണ്ണമാണ് അതിനകത്ത് കയറി നമുക്ക് കാണാൻ അനുവാദമുള്ള 3 എണ്ണങ്ങളാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, പോകുന്നൊരു പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മളിത് വളരെ അവരോട് ചോദിച്ചൊക്കെ പറഞ്ഞാണ് ഇത്രയൊക്കെ വീഡിയോ എടുത്തേക്കണം. ഒരു വീഡിയോ ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ അവർ സംസാരിക്കണത് ഹിന്ദിയാണെന്ന് നമുക്കറിയാം. പക്ഷെ അവർ നമ്മളോടും അധികം സംസാരിക്കത്തില്ല. കാരണം എന്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർ അകത്ത് ചോദിക്കുമോ അല്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കുമോ എന്ന് പറയുള്ളൂ. ഇത് ഈ സൈഡ് മൊത്തം ആ ഒരു സൈഡ് കത്തിരിക്കുന്ന വിളക്ക് കണ്ടോ, അതുപോലെ ഇതിനകത്ത് മൊത്തം നിലവിളക്കാട്ടോ. കുഞ്ഞു കുഞ്ഞു വിളക്കുകളാണ്. മൊത്തം കത്തിച്ചിട്ടില്ല. ഓരോ സമയത്തും കണ്ടേ കത്തിക്കോളെന്ന് പറയും. നമുക്ക് ഇവരെ ഒന്നും ചോദിച്ചാലും പറയില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൃത്യമായ ആചാരങ്ങളൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ടിബറ്റൻ മൊണാസ്ട്രിയുടെ എല്ലാ ഭംഗിയിലും സൂക്ഷിച്ചേക്കണേ. ഇത് കണ്ടല്ലോ, ഗോൾഡിലും ചുവപ്പിലും അങ്ങനെ അത്ര കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കയറി കഴിഞ്ഞാൽ അവരുടെ ആ മനോഹരമായ ചിത്രങ്ങളും അവരുടെ ആ എന്തുവാ പറയുന്നത്, ഒരു വളരെ മനോഹരമായ സ്ഥലം തന്നെ, ഒന്നും പറയാനില്ല. പിന്നെ എല്ലാ അമ്പലങ്ങളുടെയും പ്രത്യേകത വെച്ചാൽ ബുദ്ധ സ്തൂപങ്ങളും ബുദ്ധന്റെ ഇതുപോലെ ബുദ്ധന്റെ പല രൂപത്തിലുള്ള, ഇപ്പം നമ്മൾ പല അവതാരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബുദ്ധൻ പല രൂപത്തിൽ ഇരിക്കുന്ന ആ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഉള്ള വിഗ്രഹങ്ങൾ ചിലതിനൊക്കെ 60 അടി 65 അടി പൊക്കമുണ്ട്. ഇതൊരു എന്തോ പറയുന്നത്, നമ്മളൊരു താഴികക്കുടം പോലൊരു സംഭവമാണ് നിൽക്കണേ. അവിടെ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒരു വലിയ വിവരണങ്ങളൊന്നും തരത്തില്ല. നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ അവര് അതിനകത്ത് ആരാധന നടത്തുന്ന സ്ഥലത്തോട്ടൊന്നും നമ്മൾ കയറ്റി വിടത്തില്ല. ആ പൈപ്പൊക്കെ വെച്ചേക്കണതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ കയറ്റി വിടത്തില്ല. ഇതിനകത്ത് ഇന്നിപ്പം നമ്മൾ എന്ന സമയം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഇനി വൈകിട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പകലത്തെ ഈ സംഭവങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവരെവിടെ എല്ലാം ക്ലീൻ ആക്കുകയും തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാട്ടോ. അവരതിനകത്തോട്ട് അധികം ക്യാമറ കടത്താൻ സമ്മതിക്കത്തില്ല. ചുമ്മാ നമ്മൾ റിബൺ പിരിച്ചിട്ടേക്കണ കേട്ടോ. നമ്മുടെ റിബൺ അതായത് പട്ട് വിരിച്ചിട്ടേക്കണ. ഒരു കൈപ്പിടിയിൽ ഒരു പട്ട് വിരിച്ചിട്ടേക്കണ കാണുന്നത്. ഒരു കഥകിൻ്റെ ഒരു കൈപ്പിടിയാണ്. നമുക്ക് അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് അവരുടെ 2ാമത്തെ ഇതിലോട്ടാട്ടോ. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് വഴിയൊന്നും അധികം എടുക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഏകദേശം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ സെയിമാണ്. പക്ഷെ ബുദ്ധന്റെ വിഗ്രഹങ്ങൾ കൊടുത്തേക്കുന്ന പല രൂപത്തിലാണ്, പല ഭാവത്തിലാണ്. അതായത് തപസ് ചെയ്യുന്ന രീതിയിൽ, പിന്നെ അതുപോലെ തന്നെ എന്തുവാ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിൽ, അങ്ങനെ പല രീതിയിൽ. ആ 2 സൈഡിൽ കാണുന്നുണ്ടല്ലോ അവരുടെ ഇരിപ്പിടങ്ങളാണ് കേട്ടോ. അതിന് ഫ്രണ്ടിലൊരു കയറ് വലിച്ചിട്ടുണ്ട്. അതായത് പൊതുവിൽ നിന്ന് പുറത്തുനിന്ന് ചെല്ലുന്ന ടൂറിസ്റ്റുകൾക്ക് അവിടെ മാത്രമേ ഉള്ളൂ. അത് ആ പച്ച സാധനം കേട്ട എല്ലാം മറ്റേ 2 സൈഡിലും മറ്റേ കൊട്ടുന്ന മണിയാണ് കേട്ടോ. ടാങ് കൊട്ടത്തില്ലേ, ആ സാധനം കേട്ടോ. ഇത് അവരിയ്ക്കുന്നതാണ്. അതായത് നിലത്തുനിന്ന് നമ്മൾ ചുമ്മാ പരവതാനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു കൊരണ്ടി പൊക്കത്തിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പൊക്കത്തിലായിരിക്കുന്നത് കേട്ടോ. പൊക്കത്തിലുള്ള പീഠങ്ങളൊന്നുമല്ല. ഇത് കണ്ടോ, ഇതെല്ലാം കളർഫുൾ മനോഹരമായിട്ട് ചിത്രപ്പണികൾ അല്ലെ പെയിന്റ്, അതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരച്ചു വെച്ചേക്കും അവർ. എന്ന് വെച്ചാൽ കളർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതുമാതിരി കളറാണ്. ഇനി പുറത്തൊക്കെ ആൾക്കാരിങ്ങനെ കേട്ടോ. ഇവിടുത്തെ സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ യൂണിഫോമിലൊന്നും അല്ല. അവരെ തന്നെ പുറത്തോട്ട് നടന്ന് ജപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ
ഈ നമ്മുടെ ജപമാല പോലത്തെ രുദ്രാക്ഷം പോലത്തെ മറ്റേ സ്ഫടികത്തിലെ തീർത്ത സാധനങ്ങളില്ലേ, പേളിൻ്റെ അങ്ങനത്തെ സാധനം കൊണ്ട് ജീവിക്കണൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ കയറി കണ്ടതിൻ്റെ പുറകുവശമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടും പുറകും എല്ലാം ഇതുപോലെ തന്നെ. അത് കേട്ടോ തിബറ്റൻ നാവന്മാരുടെ ആ ഒരു സംഭവത്തിൽ തന്നെ അതിൻ്റെ നിർമ്മിതികളും. ഇതിനകത്ത് വേറെ സംഭവം കേട്ടോ. ഇത് ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ എല്ലാം ബോഡി ലാംഗ്വേജ് ഒക്കെ ഏകദേശം ഒരുപോലാണ്. കാരണം വെച്ചാൽ നല്ല ഈ എന്തൊക്കെയോ ഈ കുംഫു മാർഷൽ ആർട്സ് അങ്ങനെ എന്തോ സംഭവങ്ങൾ അവർ നിത്യം അവർ അഭ്യാസം ചെയ്യുന്ന. കാരണം വെച്ചാൽ അവർ കുടവയറില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. എല്ലാവരും മുട്ടയൊക്കെ അടിച്ച് നടക്കണേ. നമ്മൾ പലതവണ ശ്രമിച്ചു അവർ കുറച്ചുപേരെ ഒന്ന് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കേട്ടോ. അവർ വരില്ല. നമ്മൾ ഫോണുമായിട്ട് അല്ലെ നമ്മുടെ മൊബൈലുമായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയായിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേനും അവർ അന്നേരം നമ്മൾ ആ വരുന്നവർ പതുക്കെ ഒഴിഞ്ഞു മാറും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, ഇത് അവരോട് ചോദിക്കുക, അങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ചോദിക്കുക എന്ന് പറയും. അവരൊന്നും പറഞ്ഞു തരത്തില്ല. എന്നാൽ പ്രായം കുറഞ്ഞ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ജപവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം. അതുകൊണ്ട് അവരും നമ്മളോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവരുടെ ആരാധന സമ്പ്രദായങ്ങളെ പറ്റിയ ഒരു സാധനം പറയത്തില്ല. ഇത് മൂന്നാമത്തെ കേട്ടോ. കണ്ടല്ലോ, ഇതും അതുപോലെ തന്നെയാണ്. ഇത് എന്തോ വീതി ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നോയ വീതിയുണ്ട്. നല്ല വൃത്തിയെന്ന് വെച്ച ഒരു കടലാസ് കഷ്ണം പോലും, ഒരു കടലാസ് കഷ്ണമോ എന്തെങ്കിലും അങ്ങനെ ഒരു സാധനവും നല്ല കണ്ണാടി പോലെ തൂത്ത് തൊട്ടച്ച് വൃത്തിയാക്കിയിട്ടേക്കുക. അതേത് കണ്ടോ അവർ നടക്കണുണ്ടോ, അവരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പിള്ളേർ നിൽക്കണ ദൂരം വെച്ച് നോക്കി ആ പിള്ളേരുടെ വലിപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ആ ഹാളിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവും. ഒമ്മാതിരി വലിപ്പമാണത് കണ്ടോ. അത് അവിടെ ഉള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബുദ്ധൻ്റെ ഇതാന്ന് തോന്നുന്നു. അവരവിടെ വെച്ചിട്ടുണ്ട് 60 അടി വലിപ്പമുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, കിരീടം വെച്ച ബുദ്ധൻ, പിള്ളേർക്ക് വിജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധൻ. പിന്നെ ഈ ചുമ്മാ ഇരിക്കുന്ന ഒരു ഇതുപോലെ ഒരു മരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധൻ. അതൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടി തന്നെ സാധനങ്ങളായിട്ടാ. മറ്റേ തിരികെ പോലത്തെ സാധനം പണ്ട് നമ്മൾ കലമൊക്കെ മറിഞ്ഞു കൊണ്ടിരിക്കാൻ വെച്ചില്ലേ, അതേ വലിപ്പത്തിൽ തുണിയിൽ പണിത് തിരികെ പോലത്തെ സാധനങ്ങൾ വരുന്നവർക്ക് ഇരിക്കാൻ. പിന്നെ നമ്മുടെ അമ്പലത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഇരുന്ന് ശബ്ദം നാമജപത്തിന് പറ്റും. പക്ഷെ നമുക്ക് അവർ ജപിക്കണം നാമം എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ട് അറിയത്തില്ല. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നായിരുന്നു. പക്ഷെ അവർ ജപിക്കണം നാമം എന്നാന്ന് അറിയത്തില്ല. ഇതൊക്കെ അവരുടെ താമസ സ്ഥലങ്ങൾ. പിന്നെ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാലേ, നമ്മൾ എപ്പോഴും കാണുന്ന, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറുന്ന ആ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രങ്ങളുടെ പുറകുവശങ്ങൾ അത് കേട്ടോ. ഇതിലേ കൂടെയാണ് കയറുന്നതും നടക്കുന്നതും സാധനങ്ങൾ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്നതും എല്ലാം. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കി കേട്ടോ, 3-4 ഉണ്ണിക്കുട്ടന്മാരെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പിന്നെ ഇത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കൂർഗാണ്. കൂർഗിൽ നിന്ന് കുശ്യാൽ നഗറിൽ നിന്ന് 5 കിലോമീറ്റർ ബൈലക്കുപ്പ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ, ഈ മൊണാസ്ട്രി ഇരിക്കുന്ന സ്ഥലം. ഇനി ഇത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ചെലവും കാര്യങ്ങളും ഒക്കെ ഏകദേശമൊക്കെ നടക്കുന്ന ഇവിടുത്തെ ഈ സെയിൽ കൊണ്ടാക്കാൻ തോന്നുന്നു കേട്ടോ. എല്ലാം നല്ല ടിബറ്റൻ സ്റ്റൈലിൽ പണിത കൊച്ചു കൊച്ചു സാധനങ്ങൾ, മണികൾ, എന്തോ പറയുന്നത്, കീ ചെയിന്, ബാഗ്, കുട്ടികൾക്കുള്ള സാധനങ്ങൾ, അത് കളിപ്പാട്ടങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളുമില്ല. തുണി അങ്ങനെ ഒന്നും കണ്ടില്ല. എല്ലാം ഈ ബാഗ്, കമ്മൽ, കീ ചെയിന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. വേറെ ഒന്നും അവിടെ ഇതുപോലത്തെ ഒരു എങ്ങനെ പോയാലും ഒരു 6-7 കടകളുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ കുറച്ച് നേരമായിട്ട് നിൽക്കുന്നത് കേട്ടോ. മഴയാണ്. നമ്മളവിടെ നിന്ന് ഇത്തിരി സാധനമൊക്കെ വാങ്ങിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയില്ലേ, അതെല്ലാം കൂടെ ഞങ്ങൾ വാരി കൂട്ടിട്ട് ഞങ്ങളുടെ വണ്ടി ലക്ഷ്യമാക്കി ഓടാൻ പോവാണ്. വേറെ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും സന്ധിക്കും വരെ വണക്കം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.